ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയത് മുഖ്യമന്ത്രിയുമായി അടുപ്പം പുലർത്തുന്നയാൾ നടത്തിയ ആസൂത്രണമെന്ന് ഇ.പി. ജയരാജൻ. സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അപ്രതീക്ഷിതമെന്നും തീരുമാനം ഞെട്ടിച്ചുവെന്നും ഇ.പി. ജനം ടിവിയോട്. രാഷ്ട്രീയ വിവാദങ്ങൾ ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും ആത്മകഥയിലൂടെ പുറത്ത് പറയുമെന്നും രചന അവസാന ഘട്ടത്തിലാണെന്നും വെളിപ്പെടുത്തൽ. CPM നേതൃത്വത്തിന്റെ നെഞ്ചിൽ തീകോരിയിടുന്നതിന് സമാനമായ പ്രതികരണമാണ് ഇ.പി. ജയരാജൻ ജനം ടിവിയോട് പങ്കുവച്ചത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവായതിനു ശേഷം മാധ്യമങ്ങളെ കാണാതിരുന്ന ഇ.പിയുടെ ജനം ടിവിയോടുള്ള പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പ്രതിക്കൂട്ടിലാക്കുന്നു. കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന്റെ ഒരു സൂചനയും തനിക്ക് ലഭിച്ചില്ലെന്നും മുഖ്യമന്ത്രിയുമായി അടുപ്പം പുലർത്തുന്നയാൾ നടത്തിയ ആസൂത്രണമാണ് തന്റെ സ്ഥാനം പോകാൻ കാരണമെന്നും ഇ.പി. പറഞ്ഞു വെക്കുന്നു. ഇതിന് പിണറായി വിജയൻ മറുപടി പറയേണ്ടി വരും. അതോടൊപ്പം തനിക്കു പറയാനുള്ള എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് ആത്മകഥ ഉടൻ പുറത്തിറങ്ങുമെന്നും ഇ.പി. വ്യക്തമാക്കുന്നു. ആത്മകഥയോട് ഇ.പി. ജയരാജൻ 100% കൂറുപുലർത്തുകയാണെങ്കിൽ കേരളം ഒരുപാട് ചർച്ച ചെയ്ത പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടുമെന്നും മറ്റു പല രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിതെളിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. തന്നേക്കാൾ ജൂനിയറായ M.V. ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായത് നോക്കി നിൽക്കാനേ ഇ.പിക്ക് കഴിഞ്ഞുള്ളൂ. അതിലുള്ള പ്രതിഷേധം ഒളിഞ്ഞും തെളിഞ്ഞും ഇ.പി. പങ്കുവച്ചിട്ടുമുണ്ട്. അത് ആത്മകഥയിൽ ഉണ്ടാകുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രകാശ് ജാവദേക്കറുമായുള്ള ചർച്ചയും വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പിണറായി വിജയന്റെ വിശ്വസ്തൻ എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളും CPM-നകത്ത് നേരിട്ട കൈപ്പേറിയ അനുഭവങ്ങളുമൊക്കെ സത്യസന്ധമായി ഇ.പി. എഴുതുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മകഥ രാഷ്ട്രീയ കേരളത്തെ പിടിച്ചു കുലുക്കുന്നതായിരിക്കും. ജനം, കോഴിക്കോട്.